പറഞ്ഞു മടുത്തെങ്കിൽ പോലും ആളുകൾക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടം ഈ 2017 ഫെബ്രുവരി 17 നടന്ന നടിയെ ആക്രമിച്ച കേസ്. അതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ, തൂക്കുകയർ കിട്ടുമോ? ഇതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആദ്യമായി തുറന്നു പറയുന്നത് മഞ്ജു വാര്യറാണ്. അതായത് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിയുമായി എറണാകുളം ദർബാർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മഞ്ജു വാര്യർ പറയുന്നത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. ഒരു വിഭാഗം പറയുന്നു ഒരു സ്ത്രീ ദിലീപിനെ കൊടുക്കാനായി ദിലീപിൻ്റെ പേര് ടാർഗറ്റ് ചെയ്ത് ആ സ്ത്രീക്ക് ദിലീപിനോടുള്ള പകയാണ് ദിലീപിൻ്റെ പേജിലേക്ക് വരാനുള്ള കാരണമെന്ന്. മറ്റൊരു കൂട്ടർ പറയുന്നു അല്ല, ദിലീപ് തന്നെയാണ് ഇത് ചെയ്തത് എന്ന്. എന്തായാലും നവംബറിൽ വിധി വരും, അപ്പോഴറിയാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്. 8ാം പ്രതി ദിലീപ് ഇന്നിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, അതോ 1ാം പ്രതി പൾസർ സുനി തന്നെയാണ് ഇത് മുഴുവൻ ഏറ്റെടുത്ത് ചെയ്തത്, പൾസർ സുനി ആരെങ്കിലും ഏൽപ്പിച്ചതാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ സാറിന് എന്താണ് ഇതിൽ തോന്നുന്നത്? പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. പൾസർ സുനി നേരത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ സീനിയർ ആയിട്ടുള്ള നടികളെ അടക്കം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഈ പൾസർ സുനിയിൽ നിന്ന് തന്നെ നേരത്തെ മോശം അനുഭവം ഉണ്ടായ ഫിലിം ഇൻഡസ്ട്രിയിലെ നല്ല നടിമാരുണ്ട്. അവർ പലയിടത്തും ഇത് പ്രോപ്പർ ഫോറങ്ങളിൽ പരാതി, പോലീസിലല്ല അവരുടെ സിനിമാ ഫോറങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ പിന്നെ മുകേഷിൻ്റെ വളരെ ക്ലോസായ ഡ്രൈവറായിരുന്നു വർഷങ്ങളോളം. പക്ഷേ ഒരു പ്രതിയെ ഈ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് പൾസർ സുനി ജയിലിലും പോയതിന് ശേഷമാണ് കേസിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ആ ട്വിസ്റ്റാണ് തന്നെ ചോദിച്ച ആദ്യത്തെ ചോദ്യം. ആദ്യമായി ഇത് പറയുന്നത് മഞ്ജു വാര്യരാണെന്നുള്ളത്. പിണങ്ങിപ്പോയ, അതായത് പരസ്പരം അവർ രണ്ടുപേരും ഉയർന്ന പ്രൊഫൈലിൽപ്പെട്ടവരായതുകൊണ്ടും രണ്ടുപേരും ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയ ലെവലിൽ നിൽക്കുന്നവരായതുകൊണ്ടും അവർ സാധാരണ നാട്ടുമ്പുറത്തുകാരുടെ കൂട്ട് ഫാമിലി കോടതി കിടന്ന് ബഹളം ഉണ്ടാക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഇവർ രണ്ടുപേരും ബദ്ധശത്രുക്കളാണ് സ്വാഭാവികമായിട്ടും. പിന്നെ മഞ്ജു വാര്യർ അത്രയും കാലം പൊതുനിരത്തിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കോ പരിപാടികൾക്കോ വന്നിട്ടില്ല. അവരാണ് ആദ്യമായി ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നത്. അതിനുശേഷം അവർ WCC എന്ന് പറയുന്ന ഒരു വനിതാ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ദിലീപിനെ ഒരു പരുവത്തിലാക്കിയതോടുകൂടി അവർ നേരെ മാളത്തിൽ കയറി. ഈ WCCക്കാർ പോലും ഇപ്പം റിമ കല്ലിങ്കലാണെങ്കിലും പാർവതി തിരുവോത്താണെങ്കിലും അവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബ്ലെയിം ചെയ്യുന്നത് ആരെയാണ്? പരസ്യമായിട്ട്. പക്ഷേ അവർ സ്റ്റാർഡം വലുതായിട്ടും ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു പദവി അവർ നമ്മൾ കൽപ്പിച്ചും കൊടുത്തു. ആ ലേഡി സൂപ്പർ സ്റ്റാർ പദവി കൽപ്പിച്ചു കൊടുത്തത് പോലും യഥാർത്ഥത്തിൽ ഈ ദിലീപിനെ ഈ ആക്കിയത് കൊണ്ടുകൂടാണെന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മളൊരു പൊതുവായ ഒരു നിരീക്ഷണമാണ്. എന്നാ അപ്രിയ സത്യമെന്നാണ്, അപ്രിയമായ സത്യം നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. എങ്കിൽ പോലും ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഉള്ളം കൈയിൽ കൊണ്ടു നടന്ന ആളാണ് ദിലീപ്. പ്രൊഡ്യൂസർ, സ്വന്തമായ തിയേറ്ററുകൾ, ഡിസ്ട്രിബ്യൂഷൻ, ഇറങ്ങുന്ന പടങ്ങളെല്ലാം ഹിറ്റുകൾ, മലയാളത്തിലെ പിന്നെ പ്രമുഖരായ വലിയ ഒന്നാംകിട സംവിധായകർക്ക് പോലും ഒരു സമയത്ത് ഡേറ്റ് കിട്ടാത്ത തരത്തിൽ സ്റ്റാർഡം വലിയ ഒരാളായി, മിനിമം സാറ്റലൈറ്റ് റേറ്റൊക്കെ ഉള്ള ഒരാൾ. ആ ആളിനെ ഈ പറയുന്ന ഈ നടി പീഡിപ്പിക്കപ്പെട്ട കേസിനകത്തിൽ ഈ സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള നൊട്ടോറിയസായ ഒരു ക്രിമിനലായ ഒരാളുടെ ഒരാളുടെ മൊഴിയെ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശ മാറിയതോടുകൂടി അയാളെന്ന് പറയുന്ന വ്യക്തി ഒരു പരുവത്തിലാക്കി. നമ്മൾ ആരെങ്കിലും പരിശോധിക്കും, ഞാനിപ്പോൾ ദിലീപ് പക്ഷമല്ല, അല്ല എന്ന് പീഡിപ്പിക്കപ്പെട്ട നടിയോടുമല്ല. ഇപ്പോൾ ഒരിക്കലും ഒരു നടി പീഡിപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു മോശമായ ഒരു ഇതുപോലും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ദിലീപ് ഈ കേസിനകത്തിൽ പിന്നെ ഡയറക്റ്റ് ഇൻവോൾവ് ആണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായി എന്താണ് പ്രോസിക്യൂഷൻ്റെ കയ്യിലുള്ളത്? ഇപ്പോൾ സുപ്രീം കോടതി പോയപ്പം ഇത്ര പേജ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര തവണ വിസ്തരിച്ചു. ഇവിടുത്തെ വനിത പലപ്പോഴും നമ്മൾ ചർച്ചകളൊക്കെ കാണുമ്പം ഈ പല പ്രമുഖരായ വ്യക്തികളും കോടതികളെ പറ്റി യഥാർത്ഥമായ സാഹചര്യങ്ങൾ അറിയാതാണ് വിമർശിക്കുന്നത്. ഇത്ര പേജുള്ള സാക്ഷി വിസ്താരം, അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര മണിക്കൂർ വിസ്തരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മണിക്കൂറുകൾ വിസ്തരിക്കാതെ അയാളിൽ നിന്ന് പ്രതിക്ക് അനുകൂലമായ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടാൻ പറ്റുമോ? 1, 2, 3 ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുമോ? തന്നെയല്ല ഇത്രയും അധികം പിന്നെ എന്താ പറയുന്നത് കോൺട്രഡിക്ഷനുള്ള ഒരു കേസ്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുള്ള കേസ്. ആ പീഡിപ്പിക്കപ്പെട്ട നടിക്ക് പോലും ആദ്യം ദിലീപിനെ പറ്റി യാതൊരു പരാതിയുമില്ല. അവരാദ്യം ചെന്ന് കയറിയത് ഒരു പ്രമുഖ നടൻ
സിദ്ദിഖിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനുമായ സിദ്ദിഖിൻ്റെ വീട്ടിലാണ്. സിദ്ദിഖല്ല, ലാലിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ വെച്ചൊന്നും തന്നെ രാത്രി പോലീസ് വന്നു, രാവിലെ വന്ന് മൊഴിയെടുത്തപ്പോഴും ഇവർക്ക് യാതൊരു തരത്തിലുള്ള ദിലീപിനെ പറ്റി ആക്ഷേപങ്ങളില്ല. പിന്നെ ഈ ആക്ഷേപങ്ങളെല്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാവിലെ പോലീസ് എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമോ ദിലീപിനെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപം ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ ദിലീപിലേക്ക് എല്ലാം വരുന്നത് അന്ന് എല്ലാ ടെലിവിഷൻ ചാനലുകളും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്നല്ലോ. ആ സമയത്ത് എല്ലാ ആരോപണങ്ങളും ദിലീപിലേക്ക് കുന്തമുന തിരിയുന്നത് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ദർബാർ അവിടെ എവിടെയോ വെച്ച് നടത്തിയ ഒരു മഞ്ജു വാര്യരുടെ പ്രസംഗത്തിൽ കൂടിയാണ്. ഇവർ തമ്മിൽ പിണങ്ങിയ ഒരു ഭാര്യ ഈ ഭർത്താവിനെ പറ്റി, പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തെ പറ്റി നല്ലത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും. കാരണം അത് ശക്തമായി അവർ ശക്തമായി വിരോധത്തിൽ തന്നെ പിണങ്ങിയതാണ്. അതിനകത്ത് രണ്ടുപേരുടേതായ ജസ്റ്റിഫിക്കേഷൻസ് കാണും. പക്ഷേ അങ്ങനെ പറയുന്ന അതിന് ശേഷമാണ് ഈ കേസിൻ്റെ ഗതികൾ മൊത്തത്തിൽ മാറുന്നത്. ഈ കേസിനകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നവരെ പറ്റി പോലും യഥാർത്ഥത്തിൽ പോലീസ് സേനയ്ക്കകത്ത് തന്നെ, ഉയർന്ന പോലീസ് സേനയ്ക്കകത്ത് തന്നെ അവർ ദിലീപിനോട് വ്യക്തമായ കടുത്ത അവരുടെ മനുഷ്യാവകാശ ലംഘനം പോലും നടത്തിയതായി പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മനോരമ ന്യൂസിന് കൊടുത്ത നേരെ ജോബിയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ശ്രീരേഖ പറയുന്നുണ്ട് ദിലീപിൻ്റെ സ്ഥിതി. അപ്പോൾ ശ്രീരേഖയെ പോലെ നീതിബോധമുള്ള അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു അധികം അഴിമതിയുടേതായ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു വ്യക്തി അവർ പറയുന്നുണ്ട്, ഞാനന്ന് ചെന്ന് കരിക്കും വെള്ളം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ദിലീപ് ഒരു പക്ഷേ ജീവിക്കില്ലായിരുന്നു വരെ അവർ പറയുന്നുണ്ട്, അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പോലും ഇവിടുത്തെ ആളുകൾ വളരെയധികം വിമർശിക്കപ്പെട്ടു, ഒരുപാട് അവരെ വിമർശിക്കപ്പെട്ടു. ഈ ചാനൽ മുറികളിലിരുന്ന് ചർച്ച ചെയ്യപ്പെടുന്നവരെല്ലാം പറയുന്നത് ദിലീപിനെ എത്രയും പെട്ടെന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളതാണ്. നമ്മൾ ഈ കേസിനകത്തിൽ ഇപ്പം നവംബറിലും വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേസിനകത്തിൽ പ്രധാനമായും പറയുന്നത് ദിലീപാണ് ഈ കേസിനകത്തിൽ ട്രയൽ നീട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ്. നടിയോട് ഐക്യദാർഢ്യമെന്ന് പറഞ്ഞ് ദിലീപിനെതിരെ നിൽക്കുന്ന, നടിയോട് ഐക്യദാർഢ്യമല്ല യഥാർത്ഥത്തിൽ ഇത്, ദിലീപിനെ തകർക്കുക. അപ്പം ദിലീപിനെ തകർക്കുക വെച്ചാൽ ദിലീപ് ചിലപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കുൽസിതമായ പ്രവർത്തനങ്ങളും ഒരുപാട് മോശം കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ഒരാളാണ്. പക്ഷേ ഈ കേസിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ മൊത്തത്തിലുള്ള കരിയർ ഗ്രാഫ് അല്ല നോക്കേണ്ടത്, അല്ലെ അയാളുടെ നന്മയും തിന്മയും അല്ല നോക്കേണ്ടത്. ഈ കേസിൽ അയാളെ കൊടുക്കാൻ ആവശ്യമായി എന്ത് എവിഡൻസ് ഉണ്ട്, ഇല്ല ഈ കേസിൽ അയാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള എത്ര വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലും അല്ലെങ്കിൽ യഥാവിധി പ്രോപ്പറായ രീതിയിലല്ല ഈ കേസിനകത്തൊരു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് വ്യക്തമായി പറയാൻ പറ്റും. ഈ കേസ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം കിട്ടി. എല്ലാവരും പറയുന്നു ദിലീപ് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് പൾസർ സുനിയെ പുറത്തിറക്കിയത്. ഇപ്പോൾ ഏറ്റവും മിടുക്കനായ അഭിഭാഷകനാണ് പൾസർ സുനിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയതും. അപ്പോൾ ഇതിനൊക്കെ പണം മുടക്കാൻ ഒരാൾ വേണ്ടേ? പൾസർ സുനി ദിലീപിൻ്റെ പേര്, ഒരു കത്ത് ആണ് പുറത്തു വരുന്നത്, അതിലാണ് ദിലീപിൻ്റെ പേര് ഉണ്ട് എന്നൊക്കെയുള്ളത് വ്യക്തമായി പറയുന്നത്. അപ്പോൾ ആ കത്ത് പുറത്തു വരുന്നു. അപ്പോൾ ഈ പൾസർ സുനിക്ക് ഈ കോടികളൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കി പൾസർ സുനിയെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് ദിലീപിനെ ടാർഗറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ദിലീപ് ജയിലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമോ? തീർച്ചയായിട്ടും. കാരണം പൾസർ സുനിയും ദിലീപും തമ്മിൽ ഒരിക്കൽ പോലും യോജിക്കാൻ പറ്റാത്തവണ്ണം അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തവണ്ണമുള്ള ബന്ധം വളരെ വഷളായി നിൽക്കുകയാണ്. ഇതിന് പിന്നിൽ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ പ്രധാനപ്പെട്ട ഈ പറയുന്ന സ്പോൺസേർഡായ ആളുകൾ ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫോക്കസ് ഉണ്ട്. പിന്നെ ഈ കേസിനകത്ത് ദിലീപ് കൃത്യമായി മോണിറ്ററിങ്ങിൽ നിൽക്കുന്ന ആളാണ്. ഈ കേസിനകത്ത് പോലീസിൻ്റെ ആണെങ്കിലും മറ്റു മോണിറ്ററിങ്ങിൽ നിൽക്കുന്ന ആളാണ്. ഈ കേസിനകത്ത് ദിലീപിൻ്റെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ ഈ കേസിനെ ഈ പൾസർ എനിക്ക് തോന്നുന്നത് ഈ കേസിനകത്തിൽ പൾസർ സുനിയെ ജാമ്യത്തിറക്കാൻ സുപ്രീം കോടതിയിൽ തന്നെ മികച്ച അഭിഭാഷകനെ ഏർപ്പാടാക്കുന്ന തരത്തിലോട്ട് പോയിട്ടുള്ളത്. കാരണം എപ്പോഴും അതിനകത്ത് വേറൊരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സുകളുണ്ട്. എപ്പോഴും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവനെ പിടിച്ച് താഴെ ഇടാൻ മലയാളികൾക്കെല്ലാം ഒരു പ്രത്യേകമായ ഒരു 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 ഇൻട്രസ്റ്റ്, വളരെ അതൊരു കൗതുകത്തോടെയാണ്. കാരണം നമ്മളെപ്പോഴും ഉയർന്ന ആളുകളെ, ഇപ്പോൾ ചന്ദ്രബോസ് വധക്കേസ്, നിഷാം കേസിനകത്തിൽ ഇപ്പോൾ എത്രയോ സെക്യൂരിറ്റി ജീവനക്കാർ എത്രയോ പേരെ കാറടിച്ച് കൊന്നിട്ടുണ്ട്. പക്ഷേ ചന്ദ്രബോസിൻ്റെ അവസ്ഥ എന്താണ്?
അയാൾ പൈസ ഉള്ളവനായതുകൊണ്ട് അയാളൊരു ബിസിനസ് സാമ്രാജ്യം ഉള്ളവനായതുകൊണ്ട് അയാളെ ഒരിക്കലും ഇനി പുറംലോകം കാണാൻ പാടില്ല. കാറിൽ പോകുന്നവനോട് സൈക്കിളിൽ പോകുന്നവന് പകയാണ്, ബെൻസിൽ പോകുന്നവനോട് മാരുതിയിൽ പോകുന്നവന് പകയാണ്. ഇത് നമ്മുടെ ഇടയിൽ നമ്മൾ ചില സത്യങ്ങൾ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്തിൽ ഈ പറയുന്ന ഈ പൾസർ സുനി ഇറങ്ങിയതോടുകൂടി ഇപ്പോൾ കേസിൽ വീണ്ടും പൾസർ സുനി, പിന്നെ പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ഇൻ്റർലിങ്ക് ചെയ്ത് എപ്പോഴും പലപ്പോഴും സത്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മളാരും ശ്രമിക്കാറില്ല. നമ്മൾ വാർത്തകളും ആ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു വിവാദങ്ങളും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. സത്യങ്ങളെപ്പറ്റി നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ കണ്ണ് തുറക്കാറേയില്ല പലപ്പോഴും. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നവംബറിലും വിധി വരില്ല എന്നാണ് സാർ വിശ്വസിക്കുന്നത്? നവംബറിൽ വിധി വരാൻ ഈ കേസിനകത്ത് ഇപ്പോൾ പൾസർ സുനി പുറത്തിറങ്ങി. ഈ കേസിനകത്ത് ഇനിയും ഒരുപാട് പ്രൊസീഡിങ്സ് മുന്നോട്ടുണ്ട്. സാക്ഷി വിസ്താരം പൂർത്തിയായിട്ടില്ല. സാക്ഷി വിസ്താരത്തിന് ശേഷം പ്രതികൾക്ക് കേസിനെ പറ്റി പറയാനുള്ള ചോദ്യങ്ങൾക്ക് പ്രതികൾ മറുപടി പറയണം. മറുപടി പറഞ്ഞതിന് ശേഷം പ്രതികളുടേതായ സാക്ഷികളും സാക്ഷികളെ ഹാജരാക്കണം. ഇങ്ങനെ ഒരുപാട് പ്രോസസ് പെൻഡിങ് ഉണ്ട്. പിന്നെ ഇതിനെ ഒരു വലിയ മീഡിയ കവറേജിൽ യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ ശത്രുക്കൾ, അല്ലെങ്കിൽ ഈ കേസിനകത്തിൽ ദിലീപിനെ ടാർഗറ്റ് ചെയ്തവർ, ദിലീപിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, പക്ഷേ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നവർ അവർ യഥാർത്ഥത്തിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ കേസിനെ ഒരു വലിയ സംഭവമാക്കി കേരളത്തിലെ എല്ലാ ചാനലുകളും പ്രൈം ടൈം ഡിബേറ്റായി മാറുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുന്നത് ദിലീപിന് തന്നെയാണ്. ഈ കേസിനകത്തിലുള്ള ഒരു പ്രത്യേകത, നീതിബോധമുള്ളൊരു ജഡ്ജിയാണ് ആ കേസിനകത്ത്, വനിതാ ജഡ്ജി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി, ആ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ പീഡിപ്പിക്കപ്പെട്ട നടി ഹർജി കൊടുത്തു. ആ ഹർജി കൂടാതെ അവർ സുപ്രീം കോടതിയിൽ പോയി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിനകത്ത് മെറിറ്റില്ല എന്ന് കണ്ട് തള്ളി. അപ്പം ഈ പറയുന്ന അവർ ആ ജഡ്ജിയുടെ ഒരു കൃത്യമായ നീതിബോധം ഉള്ളതുകൊണ്ട് മാത്രമാണ് ദിലീപ് ഇതുവരെ യഥാർത്ഥത്തിൽ ദിലീപിന് ഇപ്പോഴും ഒരു നിയമപരമായ ഒരു സംരക്ഷണം കിട്ടുന്നത്. അത് ദിലീപ് എന്ന് പറയുന്ന നടനോട് തോന്നുന്ന ഒരു ജഡ്ജിക്ക് തോന്നുന്ന ആരാധനയൊന്നും അല്ല എന്ന് ഈ കോടതിയിൽ പോകുന്നവർക്കൊക്കെ മനസ്സിലാവും. അവരുടെ നീതിബോധമാണ്. അവരുടെ വളർന്നു വരുന്ന അത് അവരുടെ പശ്ചാത്തലമായിരിക്കാം, അല്ലെ അവർ പ്രാക്ടീസിങ് ലോയറായി ഒരു ഡയറക്റ്റ് ജില്ലാ ജഡ്ജി ആയതുകൊണ്ടാവാം. അവരുടെ നീതിബോധത്തെ സമ്മതിക്കണം. പക്ഷേ നേരെ മറിച്ച് ഈ പറയുന്ന ഈ പർട്ടിക്കുലർ ജഡ്ജി അല്ലായിരുന്നുവെങ്കിൽ, ഇപ്പം ജുഡീഷ്യറിയിലെ എല്ലാവരും ഓരോരുത്തരുടെയും പോയിൻ്റ് ഓഫ് വ്യൂ ആണ് അവരുടെ ജഡ്ജ്മെൻറ്റായി പലപ്പോഴും. എവിഡൻസ് കിടന്നാലും എവിഡൻസ് എന്തൊക്കെയായിരുന്നാലും കോടതിക്ക് മുമ്പാകെ എന്തൊക്കെ സാക്ഷികളും തെളിവുകളും വിസ്തരിക്കപ്പെട്ടാൽ പോലും ഒരു ജഡ്ജിയുടെ മാനസിക വ്യാപാരം കൂടി ആ കേസിനത് ജഡ്ജ്മെൻറ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ഉന്നത നീതിബോധമുള്ള ഒരു ജഡ്ജി അവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വൈകുന്നേരം 7:30-7 മണിക്ക് തുടങ്ങി രാത്രി 8 മണിക്കും 9 മണിക്കും 10 മണിക്കും എല്ലാം ഇപ്പോൾ പൾസർ സുനി പുറത്തിറങ്ങുന്നത് ലൈവായിട്ട് കാണിച്ച മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രതി പുറത്തിറങ്ങുന്നതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ് ലൈവ് ടെലികാസ്റ്റ് കൊടുത്തത്? അത്ര വലിയ ഹീറോയാണോ ഈ പൾസർ സുനി? അല്ല. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കൂടി പട്ടികയിൽ 8ാം പ്രതിപട്ടികയിലുള്ളത് കൊണ്ട് മാത്രമാണ് പൾസർ സുനിയുടെ ജയിലിൽ നിന്നും പുറത്തോട്ടുള്ള വരവിനെ ലൈവായി ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കേസിനകത്തിൽ ഇത് ഉന്നത നീതിബോധമുള്ള ആ ജഡ്ജി ആയതുകൊണ്ട് ഈ കേസിനകത്തിൽ ആ ജഡ്ജിയുടെ വിധിയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനകത്തിൽ മീഡിയയുടെ ഒരു അമിതമായ സ്വാധീനം ഒരുപക്ഷേ ഫലിക്കാതെ പോയേക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും എല്ലാ ജഡ്ജിമാരും ഒരുപോലല്ല. ഒരു കേസ് വലിയ രീതിയിൽ വാർത്തയാവുകയും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ചയിൽ തങ്ങളെ കൂടി വലിച്ചിടുമോ എന്നൊരു ഭയം ഒരു ന്യായാധിപൻ ഉള്ളിൽ തോന്നുകയും ചെയ്താൽ എത്ര ഉയർന്ന നീതിബോധമുള്ള ആളാണെങ്കിലും ഒരു പരിധിവരെ ഈ ചർച്ചകൾ, അന്തിച്ചർച്ചകൾ ഒക്കെ ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ സ്വാധീനിക്കപ്പെടാം. കാരണം എല്ലാവർക്കും അവരവരുടെ അത് രാഷ്ട്രീയക്കാരാണെങ്കിലും ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരാണെങ്കിലും സിവിൽ സർവീസ് രംഗത്തുള്ളവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്കെല്ലാം വേണ്ടത് അവരെ അമിതമായി വിമർശിക്കപ്പെടാനുള്ളൊരു സാഹചര്യം ഒഴിവാക്കും. ഇത്തരത്തിലുള്ള കേസിനകത്തിൽ
ഈ അവിടെ മാത്രം ദിലീപിൻ്റെ എതിരാളികൾക്കൊരു പരാജയം പറ്റി. ഈ ജഡ്ജി നീതിബോധമുള്ള ഒരാളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മീഡിയയുടെ അമിതമായ സ്വാധീനത്തെ ഒരു പരിധിവരെ അത് തടയിടാൻ പറ്റി. വളരെ നന്ദി സാർ.